തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. ഹൃദയമിടിപ്പും ശ്വാസോച്ഛ്വാസവും സാധാരണ നിലയിലാക്കാനുള്ള ശ്രമം തുടരുകയാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു. വിവരങ്ങളുമായി ഷീജ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ഷീജ, കേരളം ഏറ്റവും ആകാംക്ഷയോടെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് ഏറ്റവും പ്രിയപ്പെട്ട വി എസ് അച്യുതാനന്ദന്റെ ആരോഗ്യനില എങ്ങനെയാണ് എന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡോക്ടർമാർ നൽകുന്ന ഏറ്റവും പുതിയ വിവരം എന്താണ്? തീർച്ചയായും മനു, ഏതായാലും വി എസ് അച്യുതാനന്ദന്റെ ആരോഗ്യം സംബന്ധിച്ച് നിലവിൽ നമുക്കിപ്പോൾ നൽകാൻ കഴിയുന്ന വിവരമെന്ന് പറയുന്നത് മാറ്റമില്ലാതെ അദ്ദേഹത്തിന്റെ ആരോഗ്യനില മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടിയാണ് 72 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു ഡയാലിസിസുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ ഒക്കെ പൂർത്തിയായത്. പക്ഷേ അതിനുശേഷം പ്രത്യേകമായി ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ ഒന്നും തന്നെ ആശുപത്രി അധികൃതർ പുറത്തിറക്കിയിട്ടില്ലെങ്കിലും ആശുപത്രിയിൽ നിന്ന് നൽകുന്ന വിവരമെന്ന് പറയുന്നത് നിലവിൽ അതേ രീതിയിൽ തന്നെ തുടരുന്നു. ഒരു തരത്തിലുള്ള മാറ്റവും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ രീതിയിൽ മെഡിക്കൽ ബോർഡ് ചേർന്നുകൊണ്ട് ഇന്ന് രാവിലെ തന്നെ അല്പസമയത്തിനകം മെഡിക്കൽ ബോർഡ് ചേരുന്നതായിരിക്കും. അതിനുശേഷം മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കുന്നതായിരിക്കും. നിലവിൽ ഏതായാലും ശ്വാസം, അതോടൊപ്പം തന്നെ ഹൃദയമിടിപ്പ്, ഇതെല്ലാം സംബന്ധിച്ച് ഓരോ ഘട്ടത്തിലായി 4ഓളം ഡിപ്പാർട്ട്മെന്റുകൾ ഒരുമിച്ചാണ് അതിൻ്റെ മേധാവികൾ ചേർന്നുകൊണ്ടാണ്, അതിൻ്റെ സ്പെഷ്യലിസ്റ്റുകൾ ചേർന്നുകൊണ്ടാണ് വി എസിൻ്റെ ആരോഗ്യനില സംബന്ധിച്ചുള്ള പരിശോധനകൾ നടത്തുന്നത്, ചികിത്സ നടത്തുന്നത്. ഒരു തരത്തിലുള്ള ഒരു പോസിറ്റീവായി ചില സമയങ്ങളിൽ കൃത്യമായ രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ഡോക്ടർമാർ പറയുന്നത്. കാരണം മരുന്നുകളോട് കൃത്യമായ രീതിയിൽ വി എസ് പ്രതികരിക്കുന്നുണ്ട്. പക്ഷേ ഗുരുതരമായി തുടരുന്നൊരു സാഹചര്യവുമുണ്ട്. കാരണം വെന്റിലേറ്ററിൻ്റെ സഹായത്തോടു കൂടിയാണ് നിലവിൽ ആരോഗ്യ നില മുന്നോട്ട് പോകുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി നമുക്കറിയാം, മുഖ്യമന്ത്രിയും CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയും ജനറൽ സെക്രട്ടറിയും എല്ലാവരും ആശുപത്രിയിലെത്തി കൃത്യമായ രീതിയിൽ വിവരങ്ങൾ തിരക്കി ഡോക്ടർമാരുമായി ആശയവിനിമയം നടത്തി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അല്പസമയത്തിനകം ഏതായാലും ഇന്നത്തെ ആരോഗ്യനില സംബന്ധിച്ചുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തത കൈവരിക്കാൻ സാധിക്കുന്നതായിരിക്കും. മെഡിക്കൽ ബോർഡ് പ്രത്യേകമായി തന്നെ രാവിലെ യോഗം ചേരും. യോഗം ചേരുന്നതിന് മുന്നോടിയായി ഈ വിവിധ വകുപ്പുകളുടെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ വി എസിൻ്റെ ആരോഗ്യ സ്ഥിതി സംബന്ധിച്ചുള്ള പരിശോധന നടത്തിയതിനു ശേഷമായിരിക്കും ഈ മെഡിക്കൽ ബോർഡ് ചേരുക. മെഡിക്കൽ ബോർഡ് ചേർന്നുകൊണ്ട് ബുള്ളറ്റിൻ പുറത്തിറക്കുമ്പോൾ അതിൽ കൂടുതൽ ഇന്നത്തെ ഒരു സാഹചര്യം എന്താണ് എന്നതിൽ ഒരു വ്യക്തത കൈവരിക്കാൻ സാധിക്കുന്നതാണ്. മനു, ശരി. ഷീജ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. വി എസിൻ്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു എന്നതാണ് ഈ ഘട്ടത്തിൽ നമ്മുടെ മുൻപിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്.